ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 സ്പൂൺ കടുക് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ചോള വെളുത്തുള്ളി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് സ്പോട്ട് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2 കഷ്ണം വറ്റൽമുളകും 1 കഷ്ണം പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില, അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് 10 ചുള ചെറിയ ചുവന്നുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്കെല്ലാം നമുക്ക് ചെറിയ സ്പൂണായിട്ട് മസാലകൾ ആഡ് ചെയ്യാം. ലേശം കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിൻ്റെ ഫ്ലേവറിനും രുചിക്കും വേണ്ടിയിട്ട് ലേശം കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാല ഓപ്ഷണലാണ്, എനിക്ക് വേണമെങ്കിൽ ചേർക്കാം. നമുക്കിതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 3 കഷ്ണം മുഴുത്ത ഉരുളക്കിഴങ്ങായിരുന്നു എടുത്തേക്കണേ. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് ഇവനെ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിക്കാം. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ അധികം വേവേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഒരു ആവിക്ക് തന്നെ വെന്തോളും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എല്ലും കപ്പയും അഥവാ കപ്പ ബിരിയാണിയാണ്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ചേർത്തിട്ടുണ്ട്. അല്പം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 20 തുടം വെളുത്തുള്ളി ചേർത്ത്, ഒപ്പം നമ്മൾ ചെറിയ ഒരു ഇഞ്ചിയുടെ കഷ്ണം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. 1 സവോള, പച്ചമുളക്, 20 ചെറിയുള്ളി, കറിവേപ്പിലയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് നമ്മൾ ലൈറ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 750 ഗ്രാം മുഴനെഞ്ചാണ് എടുത്തിരിക്കുന്നത്. മുഴനെഞ്ചും മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇത് വേവിക്കുന്നതിന് വേണ്ടി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. കപ്പ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ കപ്പ ഏകദേശം നന്നായിട്ട് വെന്ത് വരുന്നതായിരിക്കും.